ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ജോൺ ബ്രിട്ടാസ് എം പി അഭിപ്രായപ്പെട്ടതുപോലെ കുറേ പ്രായോഗിക പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അവിടുത്തെ ഒരു ട്രൈബൽ സംസ്കാരം, ഗോത്രവർഗ്ഗമാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഗോത്ര തലവന്മാരാണ് അൾട്ടിമേറ്റ്ലി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ തന്നെ കീറാമുട്ടികളാണ്. എന്നാൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടാൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. പക്ഷേ 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തുടരുക. SKN, തീർച്ചയായും ഏറെ സങ്കീർണമാണ് യമനിലെ സാഹചര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനം ഇത്രത്തോളം വൈകാൻ ഇടയാക്കിയതും. SKN സൂചിപ്പിച്ച പോലെ തന്നെ യമനിൽ ഗോത്രത്തലവന്മാരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നതിനാൽ തന്നെ ഈ മോചനത്തിനായി ദയാധനം നൽകാൻ ചർച്ചകൾക്ക് തയ്യാറാകാൻ ആദ്യം ഗോത്രത്തലവന്മാരുടെ സമ്മതമാണ് വേണ്ടത്. അതെന്തായാലും മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കുടുംബവുമായി കൊല്ലപ്പെട്ട യമനി പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളുമായും നേരിട്ട് ചർച്ച നടത്തി അവർക്ക് മുന്നിൽ ദയാധനം സംബന്ധിച്ചുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതൊരു പാക്കേജായാണ്, പണത്തോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ സഹായം അടക്കമുള്ള ഒരു പാക്കേജ് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിൽ കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അനുകൂല തീരുമാനമുണ്ടെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ചൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ വൈകിപ്പിച്ചത്. ആ ഒരു മറുപടി അത് ലഭിക്കുന്നതിനായി എല്ലാവരെയും സമവായത്തിൽ എത്തിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്കായുള്ള കത്ത് കൈമാറിയതായുള്ള വിവരം ലഭിക്കുമ്പോൾ ഈ ചർച്ചകൾക്ക് യമനിൽ നേതൃത്വം നൽകുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം നാട്ടിലായിരുന്നു. അദ്ദേഹം യമനിലെത്തി തുടർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ഒരു പോസിറ്റീവായ മറുപടി പങ്കുവയ്ക്കാൻ കഴിയുന്ന സാഹചര്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ആ ശ്രമങ്ങൾ തുടരുകയാണ്. ഒപ്പമാണ് നയതന്ത്ര തലത്തിൽ ഇറാനെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നത്. MP-മാർ 2 പേർ കത്തയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കത്ത് നൽകിയിട്ടുണ്ട്. ഇന്നലെ കൂടുതൽ പേർ ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നയതന്ത്ര തലത്തിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ എന്നതിൽ ഗുണകരമായി മാറുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരുന്നു. അതിനിടെ ഇത്ര വേഗം വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ ഇടയായ സാഹചര്യം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നയതന്ത്ര തലത്തിലും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ 5 ദിവസം വളരെ നിർണായകമാണ്. ജയിൽ അധികൃതരോട് ഈ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കാൻ യമനിലെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെ സെനയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം എത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ ഉള്ള ഈ ഉത്കണ്ഠയ്ക്ക് പരിഹാരമാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.